ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ കണവ മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് 5 വലിയ കണവ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണവയുടെ തോലെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ എല്ലാ കണവയും ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സവാളയുടെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സവാളയെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കുറച്ച് വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു പീസ് ഇഞ്ചി എടുത്തു, അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുള്ളി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുള്ളിയൊക്കെ വെച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡിലല്ല ഇന്ന് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നതിലേക്കിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കണവ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനവിടെ വൃത്തിയാക്കി വെച്ചിരുന്നതിൻ്റെ പകുതി മീനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ മീനൊക്കെ ഒന്ന് വേവുന്നതിലേക്കായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിവിടെ ഇരുന്ന് ഇങ്ങനെ വെന്ത് വരട്ടെ. നമ്മൾ വെള്ളം ചേർത്തതല്ല, ഓൾറെഡി കണവയിൽ വെള്ളം ഉണ്ടായിരുന്നതാണ്. അതൊന്ന് വറ്റട്ടെ.
1 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മളിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചിക്കൻ മസാല ചേർത്തില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ മസാലയൊക്കെ ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായി പോകും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഈ മസാലയൊക്കെ ഇതുമായിട്ട് ഒന്ന് മിക്സ് ആവുന്നതിലേക്കിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വേവട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.